നമസ്കാരം. ഞാനിന്ന് സാർണിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ട്രാവലും ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു പണ്ട് മുതൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, അലക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു, അലക്സിനെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2-3 കൊല്ലമായി പുള്ളി എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് സാർണിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർണി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബോർഡർ സിറ്റിയാണ്, US-നോട് ചേർന്ന ഒരു സിറ്റിയാണ്, ബോർഡറാണ്. നമുക്ക് ഈ മെയിനായിട്ട് ഈ ഒണ്ടാരിയോയിൽ താമസിക്കുന്നവർക്ക്, ഒണ്ടാരിയോ എന്നല്ല, ഞങ്ങളുടെ ഈ ടൊറൻഡോ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് നമുക്ക് US-ആയിട്ടുള്ള ഏറ്റവും അടുത്ത 3 ബോർഡറിൽ ഒരെണ്ണമാണ് സാർണിയ എന്ന് പറയുന്നത്. ബാക്കി 2 ബോർഡേഴ്സ് പറയുന്നത് വിൻസറുണ്ട്, പിന്നെ നയാഗ്ര ഉണ്ട്. ഇത് 3ആണ്. ഇപ്പോൾ ഈ സാർണിയെ കണക്ട് ചെയ്യുന്നത് പോർട്ട് ഹ്യൂറോൺ എന്നുള്ളൊരു മിഷിഗനിലെ ഒരു സിറ്റിയുമായിട്ടാണ്. പിന്നെ വിൻസർ കണക്ട് ചെയ്യുന്നത് ഡെട്രോയിറ്റ്, നയാഗ്ര കണക്ട് ചെയ്യുന്നത് ന്യൂയോർക്ക്. അങ്ങനെ 3 സിറ്റിയുമായിട്ടാണ്, ഈ 3 ബോർഡർ ഈ 3 സിറ്റികളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സാർണിയയിലോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാർണിയയിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. കുറച്ചല്ല, ഇപ്പോൾ അത്യാവശ്യം മലയാളികളൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു ലാംപ്ടൺ കോളേജ് എന്നൊരു കോളേജും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പഠിക്കാൻ കുറേ മലയാളികളും ഒക്കെ വരുന്നുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ മലയാളി ഫാമിലീസ് അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സാർണി ഒന്ന് ചുമ്മാ കാണാം. പക്ഷേ സാർണി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല, കാര്യം ഞാനിപ്പോൾ വൈകുന്നേരമാണ് പോകുന്നത്. അവിടെ ഒരു ഫംഗ്ഷനും കൂടെ പോകുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇരുട്ടാവും. അപ്പോൾ വിൻ്റർ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഈ വെട്ടം പോകുന്നതിന് മുന്നേ കുറച്ച് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ സാർണിയിലെത്തി. സമയം 6 മണി ആയതേ ഉള്ളൂ. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടും. അപ്പോൾ എനിക്ക് വലിയ കാഴ്ചയൊന്നും എടുക്കാൻ പറ്റത്തില്ല, നല്ല ഇരുട്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജാണിത്. ഇത് അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇത് കാനഡ US-നെ കൂടെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് സാർണിയ ബോർഡറിൽ. ഈ ഫ്രണ്ടിൽ കാണുന്നത് റിവറാണ്, സെയിൻറ്റ് ക്ലെയർ റിവറാണിത്. അപ്പോൾ ഇവിടെ നല്ലൊരു പാർക്കും ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു പാർക്കാണ്. ഇവിടെ നല്ല രീതിയിൽ ആളുകൾക്കൊക്കെ വന്നിരുന്ന് ഈ കാഴ്ച ആസ്വദിക്കാൻ നല്ല സീനിക് ബ്യൂട്ടിയാണ് ആക്ച്വലി ഇവിടെ. ചെറിയ സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ രസമാണ് കാണാൻ അപ്പുറത്തെ സൈഡൊക്കെ. പക്ഷേ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പകൽ ഇച്ചിരൂടെ രസമായിരുന്നു കാണാനും ഒക്കെ. മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതും പിന്നെ അപ്പുറത്ത് കുറേ US സൈഡിലെ വീടുകളും ഒക്കെ കാണാൻ പറ്റും ഇവിടുന്ന്. ഇതാണ് ബ്രിഡ്ജ്, വലിയൊരു ബ്രിഡ്ജാണ്. നമ്മുടെ നയാഗ്ര സൈഡിൽ ഇതുപോലെ ബ്രിഡ്ജുണ്ട്. അതിന് റെയിൻബോ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്, US കാനഡയും കൂടെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിന്. അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു US-ൻ്റെയും കാനഡയുടെയും കൊടി. നല്ല ആക്ച്വലി എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് തന്നെ ഈ ഏരിയ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. ഇച്ചിരി കൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. ഇതിപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ വന്നിരിക്കുകയാണ്, അതിൻ്റെ പില്ലറിൻ്റെ താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇച്ചിരി കൂടെ വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കാഴ്ച കാണാനും ഒക്കെ നല്ല രസമാണ്. ഇപ്പോൾ നല്ല കാറ്റാണ്. ഞാൻ ആക്ച്വലി ചെറിയൊരു ജാക്കറ്റാണ് ഇട്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ തണുപ്പില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായി. ഈ റിവറൊക്കെ ആയിട്ട് കാറ്റുമൊക്കെ ആയിട്ട് നല്ല തണുപ്പായി. അപ്പോൾ ഇതാണ് സാർണിയ. നല്ല, ഞാൻ വിചാരിച്ച പോലെയല്ല, സാർണിയ ബോർഡർ സിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം കാണാനൊക്കെ ഒരു നല്ല ഒരു സിറ്റിയാണ്. പിന്നെ റിവറിൻ്റെയൊക്കെ അടുത്തായതുകൊണ്ടൊക്കെ നല്ല സീനിക് ബ്യൂട്ടി ഉണ്ട്. സമ്മറിലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അടിപൊളി, ഇഷ്ടപ്പെടും എനിക്ക്. അപ്പോൾ ഞാനെന്തായാലും അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് തിരിച്ച് പോകുമ്പോൾ ഞാൻ നോക്കട്ടെ, ഇത് സാർണിയ ടൗണിലൂടെ കയറി ഈ എവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാം. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സാർണിയ മലയാളി സമാജമുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ, ഇവിടെ സെറ്റിലായ മലയാളികൾ ചേർന്ന് തുടങ്ങിയൊരു മലയാളി അസോസിയേഷനാണ്. അപ്പോൾ അവരുടെ ഒരു ന്യൂ ഇയർ പ്രോഗ്രാമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇവിടുന്ന് വിടാം. നമുക്ക് ഡൗൺ വഴി ഒന്ന് പോകാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് വിടട്ടെ. ഇപ്പോൾ ഞാൻ ടെമ്പറേച്ചർ നോക്കിയാൽ -4. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 0 ഡിഗ്രിക്ക് കാണിച്ചുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജാക്കറ്റ് മതി, ഇത് പോരാ. ഈ നമ്മൾ ലേക്കിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴേ നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഈ ജാക്കറ്റ് ഒന്നും പോരാ, ഉള്ളതിനേക്കാളും ഇരട്ടി തണുപ്പ് തോന്നിക്കും. ഇതാ ഈ ബ്രിഡ്ജിന് മുകളിൽ വരിയായിട്ട് കിടക്കുന്ന ട്രക്ക് കണ്ട. ഇത് കാനഡയിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന ട്രക്കാണ്, US-ൽ നിന്നും വരുന്ന ട്രക്കാണ്. ശരിക്കും പറഞ്ഞാൽ ദിനംപ്രതി 1000-കണക്കിന് ട്രക്കാണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്.
ആക്ച്വലി ഡൗൺ ടൗൺ അവിടുന്ന് ഞാൻ വീണ്ടും തിരിച്ച് 20 മിനിറ്റ് ട്രാവൽ ചെയ്യണം ബാക്കിലോട്ടെ. ഞാൻ വന്ന വഴിയാണ്ട് തിരിച്ച് 24 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഞാൻ പിന്നെ സാറിനെ ഇത് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ബോർഡറിൻ്റെ അടുത്തോട്ടൊക്കെ എത്തിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും നമ്മളങ്ങോട്ട് പോകുന്നത് തന്നെ ഫംഗ്ഷൻ കാണുക, എന്നിട്ട് അവിടെ കുറേ മലയാളീസൊക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സാർണിയയിലോട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാർണിയയിൽ ലാംപ്ടൺ കോളേജിൽ പഠിക്കാനും ഒത്തിരി സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയുണ്ട്, ഇപ്പോൾ ഇവിടെ ജോലി കിട്ടാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അവരോട് ചോദിച്ചൊക്കെ അറിയാം. പിന്നെ ഇപ്പോൾ ഒരു റീജിയണൽ ഒരു PNP പ്രോഗ്രാമോ അങ്ങനെ എന്തൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് സാറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ഇവിടുത്തെ ജോലി സാധ്യതയും കാര്യങ്ങളും പിന്നെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഉള്ളവരുമായിട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഞാൻ മെയിനായിട്ടും യൂട്യൂബറാണ്. എൻ്റെ പേര് അനീഷ് മാവേലിക്കര എന്നാണ് പേര്. മാവേലിക്കര എൻ്റെ ജന്മസ്ഥലമാണ്. ചിലർ വിചാരിക്കും, അറിയാത്തൊരു വിചാരിക്കും അതിൻ്റെ വീട്ടുപേരോ ആണെന്നൊക്കെ ചിലർക്ക് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ ജന്മസ്ഥലമാണ്. പിന്നെ ഞാനിവിടെ വരാൻ കാരണം എൻ്റെ വീഡിയോ കണ്ട് കണ്ട ഒരാൾ വഴിയാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള അലക്സ് വഴിയാണ് ഞാൻ എത്തിയത്. അലക്സ് എന്നെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നിങ്ങളുടെ ഓണപരിപാടികളൊക്കെ ഉള്ളപ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പരിപാടിക്ക് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ സാറിനെയും മലയാളി അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി നാളായോ നിങ്ങളല്ലേ ഇവിടെ? ഞാനിവിടെ ആയിട്ട് ഇപ്പോൾ 15 വർഷത്തോളം ആവുന്നു. ഇത് സാണിയ എന്ന് പറയുന്നത് ടൊറൻറ്റോയിൽ നിന്ന് ഏതാണ്ട് ഒരു 3 മണിക്കൂർ അവിടെ മാറിയ ഒരു സ്ഥലമാണ്. കുറെ കൂടെ വെസ്റ്റിലോട്ട് മാറിയ സ്ഥലമാണ്. ഇത് പേര് ഞാൻ ചോദിക്കാം. ലിജു സക്രിയ. നാട് റാന്നിയിലാണ്. ഇത് മിഷിഗന്റെ ബൗണ്ടറി ആയിട്ട് വരും. ബോർഡർ സിറ്റിയാണ്. ഇവിടെ ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജ് ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ US ആണ്. സ്പോൺസർ മോഹൻദാസ്. നമസ്കാരം. നമ്മുടെ സുഹൃത്താണ് മോഹൻദാസ്, റിയൽട്ടറാണ്. എങ്ങനെയുണ്ട് പരിപാടി? നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാന്ന് കേട്ടു. നമ്മുടെ ഒരു എന്താ പറയാ, നല്ലൊരു സപ്പോർട്ടീവാണ്. ശരിക്കും ഇപ്പോൾ 2 പ്രോഗ്രാമായി. ശരിക്കും പറയണമെങ്കിൽ നല്ലൊരു വൈബാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഞങ്ങളുടെ അസോസിയേഷനെ കൊണ്ട് നടക്കുന്നത് പുള്ളിയാണ്. പുള്ളിയുടെ ഞങ്ങളുടെ നട്ടലാണ്. പിന്നെ ഇപ്പൊ ഇവിടെ എത്ര മലയാളി ഫാമിലീസ് ഉണ്ട് ശരിക്കും? മലയാളി ഉദ്ദേശം ഒരു 100 ഫാമിലിയോളം ഉണ്ട്. പിന്നെ സ്റ്റുഡൻസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. സ്റ്റുഡൻസിന്റെ ഒരു നല്ലൊരു പോപ്പുലേഷൻ ഉണ്ട്. ലാംപ്ടൺ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഇവിടെ ഉണ്ട്. അതിലോട്ട് ഒരുപാട് അപ്പോയിന്റ്മെന്റ് അഡ്മിഷൻ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഒരുപാട് നല്ലതുകൊണ്ട് പിന്നെ അവരുടെ PR മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുകയും വരികയും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. ജോലി സാധ്യതകളും കാര്യമൊക്കെ എങ്ങനെ? ജോലി സാധ്യതകളുണ്ട്, പക്ഷേ അതിൻ്റെതായ ഒരു സ്ട്രഗ്ലിംഗ് ഫേസും ഉണ്ട്. ടൈം എടുക്കും കിട്ടാനായിട്ട്. കാരണം ഒരു മൂവ് ഔട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ. വരുന്ന സ്റ്റുഡൻസ് മൂവ് ഔട്ട് ചെയ്ത് അവരൊന്ന് സെറ്റിലായി. പിന്നെ എൻട്രി ലെവൽ ജോലീസ് നേരത്തെ ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ കിട്ടും. ഇപ്പോൾ ഉള്ള പിള്ളേരെന്നാ ഇൻഫ്ലക്സ് ഒന്ന് കുറയുക, PR-ൻ്റെ ഒരു പ്രശ്നം. അപ്പം അതിൻ്റെതായ ഒരു ചെറിയൊരു അവൈലബിലിറ്റിയുടെ ഒരു കുറവുണ്ട്. പക്ഷേ ഗ്രാജുവലി അത് വരും. പക്ഷെ അല്ലാതെ നല്ല ജോലികൾ, നല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ട്. ഇവിടെ ഒത്തിരി പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡസ്ട്രീസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടാൻ ഒത്തിരി സാധ്യത. സാലറി ഉള്ള ജോലികൾക്ക് നല്ലൊരു സാധ്യതയുണ്ട്. കാരണം റിഫൈനറികളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതായത് ഞങ്ങളുടെ ഈ സാണിയയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈനറീസ് 3 റിഫൈനറികളുണ്ട് ഇവിടെ. സൺകോർ, ഇംപീരിയൽ ഓയിൽ, ഷെൽ, പിന്നെ നോവ കെമിക്കൽ, 4 റിഫൈനറികൾ. അപ്പോൾ അതും ഇവിടെ ഒരു കെമിക്കൽ ഫാക്ടറി സംഭവം. അത് കെമിക്കൽ വാലി എന്നാണ് പറയുന്നത്. ആ വാലിയിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഈ 4 വലിയ റിഫൈനറികളുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ആ വഴിക്ക് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, ഞാൻ പെട്രോളിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഹോപ്പുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അത് വളരെ നല്ലൊരു ഇതാണ്. പക്ഷേ ഈ പറഞ്ഞ ഞാനിവിടെ 15 years ഞാനൊരു പെട്രോളിയം ടെസ്റ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിഫൈനറികളുള്ള കെമിക്കൽ ലാബിലോ കെമിക്കൽ വാലിയിലുള്ള ജോലികളിൽ നമ്മൾ ട്രെയിനിങ് ആയിട്ട് എൻട്രി ലെവൽ ജോലിയായിട്ട് കിട്ടത്തില്ല. അവർക്ക് ഒരുപാട് സർട്ടിഫിക്കേഷനും നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും സെക്യൂരിറ്റിയും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൊഫഷനായിട്ട് ഇങ്ങോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻട്രി ലെവൽ ജോബ് ഇച്ചിരി വിഷമമാണ്. ഇവിടെ ഈ സ്റ്റുഡൻസിനോ പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടാൻ ലാംപ്ടൺ കോളേജ് അല്ലേ ഇവിടെ? അപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസൊക്കെ പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമുണ്ടോ ഇവിടെ?
പ്ലാന്റിൽ കിട്ടാൻ പാടില്ല. പ്ലാന്റിൽ കിട്ടില്ല. പ്ലാന്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഒരുപാട് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ വേണം അവിടെ നമുക്ക് കയറാനായിട്ട്. കയറി കഴിഞ്ഞാൽ നല്ല ജോലിയാണ്. പക്ഷേ സ്റ്റുഡൻസിന് അവിടെ ഒരു നല്ലൊരു സ്ഥലമല്ല. പക്ഷേ ഈ പറഞ്ഞ കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ നല്ലതുപോലെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടെന്ന് കൂട്ടിക്കോ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്. പക്ഷേ എന്നാലും കിട്ടുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ പുറകെ നിൽക്കുന്നു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല സ്ഥലം തന്നെ. ഇപ്പോൾ ഒത്തിരി മലയാളീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലേ? ഗ്രാജുവൽ പണ്ട് ഉള്ളതിനെക്കാട്ടില്ല. അതായത് ഇപ്പോൾ ലിജേട്ടനൊക്കെ വന്ന് 15 വർഷം അന്നുണ്ടായിരുന്ന മലയാളി ഫാമിലീസ് ഒരു 2 or 3 ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഒരു 100 ഉള്ള ഒരു വലിയ ഗ്രോത്താണ്. ഒരു പ്രോഗ്രാമില്ല ഇപ്പോൾ ഒണ്ടാരിയോടെ എന്തോ ഒരു പൈലറ്റ് പ്രോഗ്രാം. ഇത് സോറി പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇത് സാവിയോ സെക്രട്ടറി ആണല്ലേ, പ്രസിഡന്റ് അസോസിയേഷൻ. ഇത് അലക്സ് ആണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ്. പറഞ്ഞു അനീഷേട്ടനെ 2 വർഷമായിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ സാഹചര്യങ്ങൾ കാരണം എനിക്ക് ഇല്ലാത്ത തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഞങ്ങൾ വിളിക്കുമ്പോൾ അനീഷേട്ടനില്ല. അനീഷേട്ടനുള്ളപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പരിപാടിയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ PNBയിലെ പുതിയൊരു പ്രോസസ്സിനകത്ത് സാർണിയ ലാംപ്ടൺ കൗണ്ടി അങ്ങനെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിനകത്ത് നമ്മുടെ ONPയോട് ചേർന്നാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ONPയുടെ കാറ്റഗറീസ് തന്നെയാണ് ONPയുടെ അതിനകത്തുള്ള ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഇനിയും പതുക്കെ കൂടുതൽ വിശേഷങ്ങൾ വരും. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് ആണ് കൂടുതൽ, പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആണ് കൂടുതൽ. സ്റ്റുഡൻസിന് ജോലികളുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വന്നത് 2022 സെപ്റ്റംബറിൻ്റെക്കാണ്. അപ്പോൾ ആ കൊറോണ കഴിഞ്ഞിട്ട് വന്ന ഒരു ഹൈ ഇൻടേക്കിൽ വന്ന ഒരു സമയത്താണ്. ഞങ്ങളൊക്കെ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ജോലിക്ക്. ഇല്ല ഞങ്ങൾ ഇപ്പോഴും വർക്ക് പെർമിറ്റിലാണ്. ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലോട്ട് കയറിയതേ ഉള്ളൂ. ആ ഒരു സ്ട്രഗിൾ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഇവിടെ സാർണിയ മാത്രമല്ല, സാർണിയെന്ന് ചുറ്റുഭാഗങ്ങളിൽ കുറേ കുഞ്ഞു ടൗൺ ഏരിയാസ് ഉണ്ട്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന വാലസ്ബറിയിലാണ്. ഇവിടുന്ന് ഒരു 45-50 കിലോമീറ്റർ മാറിയുള്ള ഒരു ടൗണാണ്. അവിടെ കുറച്ച് ബിസിനസ്സുകളുണ്ട്. അപ്പം ഇവിടുന്ന് ഒരുപാട് പേര് ഈ നിയർ ബൈ ടൗൺസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പെട്രോളിയ, വയോമിങ്, വാലസ്ബർഗ്, ചാത്തം, അവിടം വരെ പോയി ഡെയിലി കമ്മ്യൂട്ട് ചെയ്ത് പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ വയോമിങ് യുഎസിലല്ലേ? ഇവിടെ ഉണ്ട്. നമ്മൾ ഈ നിൽക്കുന്നത് വയോമിങ് ഇതിൻ്റെ അകത്താണ്, ടൗൺസിൻ്റെ അകത്താണ് നമ്മൾ ഇപ്പം ഇന്ന് പരിപാടി നടത്തുന്നത്. അപ്പം ജോലി സാധ്യതകളുണ്ട്. പിന്നെ ആൾക്കാർ വരുന്നു പോകുന്നു, അതിനനുസരിച്ച് ജോലി സാധ്യതകൾ മാറും. പിന്നെ നമ്മൾ അന്വേഷിക്കണം. എവിടെ പോയാലും നമ്മൾ അന്വേഷിക്കുന്നു, നമ്മൾ എന്തൊരു എഫേർട്ട് ഇടുന്നു. പിന്നെ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മളിവിടെ വരുന്ന ആൾക്കാരെ പരിചയപ്പെടുന്നു. അങ്ങനെ നമുക്ക് ജോലി സാധ്യതകൾ നമുക്ക് ബാക്കി സ്റ്റുഡൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ബാക്കി വർക്ക് പെർമിറ്റ് ഉള്ളവർക്കാണല്ലോ അതൊരു ഉപകാരമായിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരുമ്പം. ഞാനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ മുതിർന്നവരൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പൊ എന്താ വണ്ടി മേടിക്കുന്ന കാര്യം, വീട് മേടിക്കുന്ന കാര്യം, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് നമുക്കൊരു ഗൈഡൻസ്, അതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതൊക്കെയാണ് ഇവരെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ശരി, അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേഷൻ ആയി. ഇനി അടുത്ത പരിപാടി എന്താ? നമുക്കിനിയും നമ്മുടെ പിള്ളേർ സെറ്റിന്റെ ബാൻഡ് ബസൂക്ക ഫുഡ് നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ബാൻഡ് ബസൂക്കയുടെ പെർഫോമൻസ്, അത് കഴിഞ്ഞ ഒരു DJ കൈ മരവിച്ചു കേട്ടോ. നല്ല കഴിക്കാൻ പോ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഭയങ്കര ഗംഭീരമായിരുന്നു. No, I will not. എന്നെ അലക്സ് ആക്ച്വലി അവന് ഗസ്റ്റ് ആയിട്ടാണ് വിളിച്ചത്. എനിക്കത് അറിയത്തില്ലായിരുന്നു ആക്ച്വലി. ഞാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബൊക്കെയൊക്കെ തന്നിട്ട് 2 വാക്ക് സംസാരിക്കാനൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ആ പാടെ നെർവസ് ആയിപ്പോയി. പെട്ടെന്ന് തന്നെ സംസാരിക്കാനൊക്കെ പറഞ്ഞു. എന്ത് പറയണമെന്ന് അറിയാം. കുഴപ്പമില്ല, എന്നാലും സംസാരിച്ചു അത്യാവശ്യം. പിന്നെ നിനക്ക് ഫുഡ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്. അച്ഛനില്ല, നിനക്ക് മാത്രം. അത് കുറച്ച് ബീച്ചാന്ന് തോന്നുന്നു, ഇത് കുറച്ച് ചിക്കൻ, ഇതൊക്കെയുണ്ട്. നല്ല ഫുഡായിരുന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, മലബാറി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു. ലണ്ടനിലും സാർണിയയിലും ഇപ്പം സാർണിയയിലുള്ള റെസ്റ്റോറൻറ്റ്. നേരത്തെ ലണ്ടനിലായിരുന്നു. കിടിലൻ ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ചീസ് കേക്ക് അല്ലേ? ചീസ് കേക്ക് നല്ല നല്ല കേക്കാണ്. അപ്പോൾ എന്തായാലും എന്നെ ആദ്യമായിട്ട് ഒരു പരിപാടി ഗസ്റ്റായിട്ട് വിളിച്ചു കേട്ടോ, യൂട്യൂബർ ആയതിനു ശേഷം. അതിന് മുന്നേ വിളിക്കുമായിരുന്നല്ല.
പൊതുവെ ആരും വിളിക്കാറില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ പടം നെർവസൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ആർക്കറിയാം. എന്തായാലും പക്ഷേ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് സാറിനെ മലയാളി അസോസിയേഷനോട്, പിന്നെ അലക്സിനെ ഒത്തിരി നാളുകൊണ്ട് വിളിച്ച ഈ പ്രാവശ്യം പോകാൻ പറ്റിയത്. ഇനി വിളിക്കുകയാണെങ്കിൽ ഞാനും വരും. ഇനി വിളിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. നല്ല പരിപാടിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ആളുകളൊക്കെയാണ് ഒത്തിരി. അപ്പോൾ പക്ഷെ വൈകുന്നേരം പോയതുകൊണ്ട് സാറിനെ ഒന്നും കറങ്ങാനോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കുറച്ചെടുത്ത് തന്നാലും അത്യാവശ്യം. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ എനിവേ. എൻ്റെ സൈഡിൽ നിന്ന് സോറി പറഞ്ഞു ഞാൻ എന്താ വരാഞ്ഞെന്ന്. അവർക്ക് ജോലിയുണ്ട്, ഇച്ചിരി ജോലിയുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ സാറിനെ മലയാളി അസോസിയേഷന് എൻ്റെ എല്ലാ എന്താ പറയുന്നത് ഒത്തിരി നന്ദി. പിന്നെ അലക്സിനും ഒത്തിരി നന്ദി എന്നെ ഇങ്ങനെ പരിപാടിക്ക് വിളിച്ചതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ വെച്ച് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.